നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പസഫിക് ഓഷ്യനിൽ സൂര്യൻ അസ്തമിക്കുന്ന അതിമനോഹരമായ കാഴ്ചയാണ്. ഇത് കാണാൻ വേണ്ടിയിട്ട് ലോവർ മെയിൻലാൻഡിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഒരു സമ്മിറ്റിക്ക് ഞങ്ങൾ 4 ആൾ ചെയ്തൊരു വിന്റർ ഹൈക്കിന്റെ കഥയാണ് ഈ പറയുന്നത്. കൂടാതെ അഡ്വഞ്ചറുകൾ ഇഷ്ടപ്പെടുന്ന പുറം രാജ്യത്ത് താമസിക്കുന്ന ഞങ്ങളെ പോലെയുള്ള ആൾക്കാർ ഇതിനൊക്കെ പുറപ്പെടുമ്പോൾ പാലിക്കേണ്ട ബേസിക് മുൻകരുതലുകളെ കുറിച്ചും പിന്നെ കൂടുതലുള്ള ആൾക്കാർ ഇതിൽ എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന് ഞങ്ങൾ ചെയ്ത ഹൈക്കുകളുടെ അനുഭവത്തിൽ നിന്ന് പറയുന്ന ഒരു ചെറിയ വീഡിയോ ഡോക്യുമെന്ററി, അതായത് 3 മേജർ ഹൈക്സ് ഇൻ 1 വീഡിയോ. വെൽക്കം ടു അവർ സൺസെറ്റ് winter hike on Mount Harvey. വിന്റർ ഹൈക്കിങ്ങിനെ കുറിച്ച് ഒന്നും അറിയാതെ ആദ്യമായിട്ട് വാൻകൂവറിൽ എത്തിപ്പെട്ട ഞാനൊരു ഹൈക്കിന് പുറപ്പെടണം. അതും എൻ്റെ കഷ്ടകാലത്തിന് ഞാൻ തിരഞ്ഞെടുത്ത ലോവർ മെയിൻലാൻഡിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ സമ്മിറ്റ് ആയ ബ്രൺസ്വിക് മൗണ്ടൻ. അവിടുന്നാണ് ഇതിൻ്റെയൊക്കെ തുടക്കം. ഈ സമയത്ത് അങ്ങോട്ട് മൗണ്ടനിയറിംഗിൽ എക്സ്പേർട്സ് മാത്രമേ പോകലുള്ളൂ, പിന്നെ ഒറ്റയ്ക്ക് ഒരിക്കലും പോകാൻ പാടില്ലെന്നും മനസ്സിലാവാൻ വേണ്ടി എനിക്ക് അതിന്റെ 3/4 ഭാഗം വരെ എത്തി മഞ്ഞിന്റെ അടിയിൽ പെടേണ്ടി വന്നു. ഇതും കൊണ്ടൊന്നും പാഠം പഠിക്കാതെ ആ സമ്മിറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത വാശിയിൽ പിറ്റത്തെ ആഴ്ച ഞാൻ 2ാമത്തെ മല കയറി, അതും മൗണ്ട് ഹർവി. ചോരത്തിളപ്പിന്റെ പേരിൽ ചെയ്ത പൊട്ടത്തരാണെന്നുണ്ടെങ്കിലും ഞാൻ ചെയ്ത ഏറ്റവും ബെസ്റ്റ് സോളോ ഹൈക്ക്. ഒറ്റക്ക എൻറ്റയർ മൗണ്ടന്റെ ടോപ്പിൽ നിൽക്കുമ്പോൾ കിട്ടിയ കോൺഫിഡൻസ് അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതാണ്. പക്ഷെ അന്നത്തെ ദിവസം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കഥ ഇത്ര സ്മൂത്ത് ആയിട്ട് പോകില്ലേ. പിന്നീടാണ് ഞങ്ങൾ 3 ആളും പരിചയപ്പെടുന്നതും ഒപ്പം കുറച്ച് പരിപാടി ചെയ്യുന്നതും. അടുത്ത വിന്ററിൽ തന്നെ ഞാൻ കംപ്ലീറ്റ് ചെയ്യാതെ പോകുന്ന ബ്രൺസ്വിക്ക് ഞങ്ങൾ 3 ആളും പുറപ്പെടുന്നു. ഒരു റാൻഡം ഹൈക്കിന് പോവാണ് എന്നുള്ള രീതിയിൽ പോയി. ഒട്ടും പ്രിപ്പയർഡ് അല്ല. എനിക്ക് തോന്നുന്നു ഞാനൊരു ജീൻസാണ് ഇട്ടിരിക്കുന്നത്, തെർമൽസ് ഒന്നുമില്ല, ആകെ ഒരു 1 ലിറ്റർ വെള്ളമുണ്ട്, അത്ര സാധനങ്ങൾ. ഹൈക്ക് തുടങ്ങി കുറച്ച് കഴിഞ്ഞ് ആദ്യം പ്രശ്നമില്ല, കാരണം സ്നോ ഇല്ല. അപ്പം നമ്മളൊട്ട് ഇൻറ്റൻസ് ആണെന്ന് പ്രതീക്ഷിക്കുന്നില്ല. അതിന് നമ്മൾ കയറി ഏകദേശം ഒരു 8 കിലോമീറ്റർ 9 കിലോമീറ്റർ ആകുമ്പോഴാണ് നമ്മൾ ആദ്യത്തെ ഒരു വ്യൂ പോയിന്റ് പോലെ എത്തുന്നത്. അവിടെ എത്തിയപ്പോഴേക്കും നമ്മുടെ കയ്യിലുള്ള വെള്ളമെല്ലാം നമ്മൾ കുടിച്ചു തീർത്തു. പിന്നെ വെള്ളത്തിന് ഒരു റിസോഴ്സ് ഒന്നും. ഒരു 8 കിലോമീറ്ററോളം നമ്മൾ നടന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഷിന്നിൻ്റെ അത്രയും ഒരു മമ്പൻ തിക്നെസ് സ്നോ ആണ്. അപ്പോൾ ലൈക്ക് ഭയങ്കര ഇൻറ്റൻസ് ആയിരുന്നു. നമ്മൾ അപ്പം തന്നെ നമ്മുടെ ബോഡി ഫുള്ളി എക്സോസ്റ്റഡ് ആണ്. ഇതെല്ലാം കഴിഞ്ഞ് ഈ സമ്മിറ്റിൻ്റെ ഏറ്റവും ടോപ്പിക്ക് പോകുമ്പോൾ നമ്മൾ കയറാൻ നോക്കുമ്പോൾ 2 ക്വാഡ്സും അന്യകരം. എനിക്ക് ഒറ്റ സ്റ്റെപ്പ് പോലും എടുക്കാൻ പറ്റില്ല മേലേക്ക്. നമ്മളാണ് ഒരു തുള്ളി വെള്ളമില്ല. എൻ്റെ കയ്യിലുള്ള വെള്ളം മൊത്തം കംപ്ലീറ്റ് കഴിഞ്ഞ് പിന്നെ ഐസ് വാരി തിന്നേണ്ട അവസ്ഥയായിരുന്നു. അന്നേരം ഞാൻ വിചാരിച്ചത്, ഞാൻ പേഴ്സണലി എനിക്കൊരിക്കലും ആ സബ്മിറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ബട്ട് സഫാൻ നാസിയും ഇവർ രണ്ടുപേരും എനിക്ക് വേണ്ടി ഭയങ്കര പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്ത് ലൈക്ക് ഈ വേണ്ട ടൈം എടുത്തു, നമുക്ക് പയ്യെ എടുക്കാം. ഓരോ സ്റ്റെപ്പ് വരെ ഇങ്ങനെ പുഷ് ചെയ്ത് ആണ് നമ്മൾ അതിൻ്റെ മേലെ കയറണേ. ഇത് ഞങ്ങളെ 3ാമത്തെ ഹൈക്കാണ്. അതും പതിവിൽ വിപരീതമായിട്ട് സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങുന്നത്. പുതിയ ഹൈക്കിംഗ് പൂളൊക്കെ ഇറക്കി. കാനഡയിൽ തന്നെ ഏറ്റവും മഞ്ഞ് കുറവുള്ള വാൻകൂവറിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. വിന്ററിൽ മറ്റുള്ള സ്ഥലങ്ങൾ മഞ്ഞ് മൂടി നിൽക്കുമ്പോൾ ഇവിടെ പൊതുവെ വാമർ ടെമ്പറേച്ചർ ആവാറാണ് പതിവ്. അതുകൊണ്ട് തന്നെ ലിവിങ് എക്സ്പെൻസ് മറ്റുള്ള പ്രൊവിൻസിനേക്കാൾ ഇവിടെ കുറച്ച് കൂടുതലാണ്. പക്ഷേ ഒരു ഔട്ട്ഡോർ ഇഷ്ടപ്പെടുന്ന ആളെ സംബന്ധിച്ച് വാൻകൂവർ ഒരു സ്വർഗ്ഗമാണ്. 11 മണിക്ക് നമ്മൾ പ്ലാൻ ചെയ്ത ഹൈക്ക് 1 മണിക്കൂർ ലേറ്റ് ആക്കിയിട്ട് ഒരുത്തം കൂളിംഗ് ഗ്ലാസ് ഇട്ട് വരുന്ന വരവാണ് ഈ കാണുന്നത്. ഇനി ട്രയൽ ഹെഡിലെത്തി എത്രയും പെട്ടെന്ന് ഹൈക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഇത് ഞങ്ങൾ സൺറൈസിന് പ്ലാൻ ചെയ്ത ഹൈക്കാണ്. പക്ഷേ ഇതിന്റെ തൊട്ട് മുമ്പത്തെ രാത്രി അയച്ച ഒരു സൺസെറ്റിന്റെ വീഡിയോ കൊണ്ടാണ് എല്ലാ പരിപാടികളും ഞങ്ങൾ വൈകുന്നേരത്തേക്ക് മാറ്റിയത്. ഈ ട്രയൽ ഹെഡിൽ തന്നെ ഈസി മുതൽ സൂപ്പർ ഹാർഡ് വരെയുള്ള പല ലെവലുകളിലായിട്ട് ട്രെയിൽ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു വെതറുള്ള ദിവസം ഇവിടെ ക്രൗഡ് ആവും. പക്ഷേ ഡിഫിക്കൽട്ടി ലെവൽ കൂടുന്നതിനനുസരിച്ച് ആൾക്കാർ കുറഞ്ഞും വരും ചെയ്യും. ഇതിൽ വേറെ കാര്യം പറയാനുള്ളത്, നമ്മൾ ഭയങ്കര ആരോഗ്യമുള്ള ആളാന്ന് കരുതിയിട്ട് നമുക്ക് എല്ലാം ഹൈക്ക് ചെയ്യാൻ കഴിഞ്ഞോളന്നില്ല. കാനഡയിൽ ഞാൻ വന്ന് ആദ്യം ചെയ്യുന്ന ഹൈക്ക് ഏകദേശം 70 ഡിഗ്രി എലവേഷൻ മുകളിൽ കയറുന്ന ഗ്രോസ് ഗ്രെയിൻ ട്രെയിലാണ്. അവിടെ ഇഞ്ച മുന്നിൽ പാസ് ചെയ്ത് പോണ ഏകദേശം 70-80 പ്രായമുള്ള അപ്പന്മാരും അമ്മൂമാരും കണ്ട് ഈഗോ അടിച്ച് ഞാൻ പോലെ മുന്നിൽ ആടാൻ നോക്കി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിന് തല ഇറങ്ങിയൊരു മൂലക്ക് ഇരുന്നപ്പോഴാണ് ഇതൊന്നും ആരോഗ്യത്തുമല്ല എക്സ്പീരിയൻസുമല്ലാണ് കാര്യം എന്നുള്ളത് മനസ്സിലായത്. ഇത് ടോട്ടൽ 6.5 കിലോമീറ്റർ 1 സൈഡ് ഹൈക്കാണ്. നല്ല സ്റ്റീപ്പാണിത്. കുറഞ്ഞ കിലോമീറ്ററും ഭയങ്കര എലവേഷനുമാണ്. നമുക്ക് 2 മണിക്കൂർ, ഇപ്പോൾ സമയം 2:45 4:45 സൺസെറ്റാണ്. അപ്പോൾ 2 മണിക്കൂറിനുള്ളിൽ നമുക്ക് മുകളിലെത്തണം. ഇനി 2.5 കിലോമീറ്റർ എന്നാണ് ഓൾ ട്രെയിൽസ് പറയുന്നത്. പക്ഷേ ഇത് 2.5 കിലോമീറ്റർ അല്ല, പൊതുവെ ആവല് കൂടുതലുണ്ട്. അത് പ്യുവർ ഓക്സിജൻ വേണം, എന്നാലും ഉണ്ടാവുള്ളൂ.
നോട്ട് ലൈക്ക് നമ്മുടെ സാധാ ഓക്സിജൻ അല്ല, ഭയങ്കര പ്യൂരിറ്റി ഉണ്ട്. ഓക്സിജൻ തന്നെ ക്ലാസ് ഈ സാധനമാണ് ഈ ഓൻ ലേറ്റ് ആയി വന്നെങ്കിലും ഓന്റെ അറിവുകളാണ് ആ ഹൈക്കിൽ നമ്മളെ മുന്നോട്ട് വെച്ചത്. ഇങ്ങനെയുള്ള ഹാർഡായിട്ടുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ കൂട്ടത്തോടെ പോകുമ്പോൾ ഉണ്ടാവുന്ന വേറൊരു അഡ്വാൻറ്റേജ് ആണിത്. വർത്താനങ്ങളടിയിൽ നമ്മൾ എടുക്കുന്ന എഫേർട്ട് വലിയൊരു കാര്യമായിട്ട് തോന്നൂല. ഈ പസഫിക് ഓഷ്യന്റെ ആദ്യത്തെ വ്യൂവിൽ തന്നെ സൂര്യൻ എവിടെ എത്തിക്കണമെന്നുള്ളത് നോക്കിയാൽ മതി നമുക്ക് ഇനി എത്ര കൂടുതൽ റഷ് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ആദ്യത്തെ സ്റ്റോപ്പ് ഫസ്റ്റ് സ്റ്റോപ്പ് എത്തിക്കണം. അധിക സമയമില്ലാത്തതുകൊണ്ട് ഒറ്റൊരു ബ്രേക്ക് എടുത്ത് മുകളിൽ കയറാനാണ് ഞങ്ങളുടെ പ്ലാന്. ഇന്നാണ് സ്നോന്റെ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അവിടെ നമ്മൾ കൂടുതൽ സമയം കാണേണ്ടി വരും. അധികം സമയം കളയാതെ ക്രാംബോൺസും ഗേറ്റേഴ്സും ഒക്കെ ഇട്ട് നേരെ ഹൈക്ക് തുടങ്ങി. ഇത് കമ്പാരിറ്റീവ്ലി ഞങ്ങൾ ചെയ്തതിൽ ഏറ്റവും ഈസി ഹൈക്ക് ആവേണ്ടതാണ്. പക്ഷെ അവസാനം എത്തിയപ്പോൾ അങ്ങോട്ട് എത്താൻ പറ്റുമെന്നില്ല തോന്നലായി. അങ്ങനെ ഞങ്ങൾ മരങ്ങളൊക്കെ കഴിഞ്ഞ് മൗണ്ടന്റെ ടോപ്പിലെത്തിയേക്കാണ്. ഈ മുന്നിൽ കാണുന്ന വെസ്റ്റ് ലൈനും കണ്ട് മുകളിൽ കയറാൻ നോക്കുമ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. പൊന്താണ് ഇവിടെ അങ്ങനെ മുകളിൽ കയറിയിട്ട് ക്രാംസ് തുടങ്ങി. നടക്കാൻ കാല് നീർത്തുമ്പോൾ ഭയങ്കര വേദന. പക്ഷേ ഇത് മുകൾക്ക് നമ്മൾ എത്ര എത്തിയില്ലേ, ഇനി മുകൾക്ക് എത്തിയില്ല എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഇടങ്ങാറോ. ഒരു വർഷത്തെ ഇനിയിപ്പോൾ അടുത്ത കൊല്ലം ഇതിനൊക്കെ പോരാൻ പറ്റുള്ളൂ. സെറ്റാണോ ദാസ? കഴിഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങിയിട്ട് ഒന്ന് മുന്നിൽ മോട്ടിവേറ്റ് ചെയ്യാൻ ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന എഫേർട്ടുകളെ കുറിച്ച് നമ്മൾ മറക്കും, നമുക്കുള്ള വേദനകളെ നമ്മൾ മറക്കും എന്ന് പറഞ്ഞിട്ടില്ലേ. ഞങ്ങൾ ഈ ഇഞ്ചുറീസും കാര്യങ്ങളും കണ്ടപ്പം ബാക്കിൽ നല്ലൊരു വ്യൂ പോയിന്റ് നിന്ന് സൂര്യാസ്തമയം കണ്ടാൽ പോരെ എന്നുള്ള ചോദ്യത്തിന് കാണുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഏറ്റവും മുകളിൽ തന്നെ കാണുന്നുള്ള ഒറ്റ വാശിയിലാണ് എല്ലാവരും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഡ്രോൺ ഷോട്ടിന്റെ സമയമാണ്. ആദ്യത്തെ വാൻകൂവറിന്റെ ഔട്ട്ഡോർ തന്നെ ആ സമ്മിറ്റിന്റെ അടിയിൽ നിന്ന് ആ ദൗത്യേറ്റ് എടുത്തു. ഈ പോർഷനൊക്കെ എത്തിയപ്പോൾ മനസ്സുകൊണ്ട് എനിക്ക് സ്പീഡിൽ പോകണമെന്നുണ്ട്. പക്ഷെ അപ്പത്തെ ഇഞ്ച അവസ്ഥ നിങ്ങൾക്ക് നേരിട്ട് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ ലിറ്ററലി ആടേന്, പക്ഷെ ആ സമ്മിറ്റിന്റെ അവസാനത്തെ പുഷാണ് അത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ആ ശരീരം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കാനഡയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് സൺസെറ്റിൽ ഒന്നാണ്. ഒരു സൈഡിൽ വാൻകൂവർ സിറ്റിയും ചുറ്റിനും മലനിരകളും, പിന്നെ മുന്നോട്ട് നോക്കിയാൽ പസഫിക് ഓഷ്യനിൽ സൂര്യൻ ഇറങ്ങുന്ന അതിമനോഹരമായ കാഴ്ചകളും. ഈ കാഴ്ചകൾ കാണാനാണ് സൺറൈസ് ഹൈക്ക് ഞങ്ങൾ അസ്തമയത്തേക്ക് മാറ്റിയത്. ഈ വീഡിയോ 3 പാർട്ടായിട്ട് ഞാൻ ചെയ്തത് ഞങ്ങളെ പോലെ തന്നെ ഹൈക്കിങ്ങും അഡ്വഞ്ചറുകളും ഇഷ്ടപ്പെടുന്ന ഒരു പറ്റ ആൾക്കാർക്ക് ഒരു ഓർമ്മപ്പെടുത്തലും കൂടി വേണ്ടിയിട്ടാണ്. നമ്മൾ നിൽക്കുന്ന രാജ്യങ്ങളിൽ ഇതുപോലെ ഒരേ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരെ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് കരുതി ആദ്യത്തെ വീഡിയോയിൽ ഞാൻ ചെയ്ത മണ്ടത്തരം പോലെ ഒരു എക്സ്ട്രീം സിറ്റുവേഷനിൽ പെട്ട് കഴിഞ്ഞാൽ എത്ര ധൈര്യമുള്ള ആളാണെന്നുണ്ടെങ്കിൽ പാനിക് ആവും. അതിങ്ങനെ റേഞ്ച് ഇല്ലാത്ത സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിൽ എവിടെ കൊണ്ട് എത്തിക്കുന്നു ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങളെ പോലെ ഇൻട്രസ്റ്റ് ഇല്ല ഇതൊക്കെ ചെയ്യാൻ നല്ല ആരോഗ്യമുള്ള ആൾക്കാരെ കൂടെ മാത്രം പോവുക. ഈ ഒരു അവസാനത്തെ ഹൈക്കിൽ എനിക്കറിയാം കൂടുതൽ ഞാൻ കാലിന് പ്രഷർ കൊടുത്ത് സ്ഥിതി വശലായി കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കാൻ പറ്റാതെ ആ മലന്റെ മുകളിൽ പെടേണ്ടി വരുന്നു. പക്ഷെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ഒപ്പമുള്ള ആൾക്കാരെ ഞാൻ അടിക്കെത്തിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം ഉണ്ടായതുകൊണ്ട് എനിക്ക് റിസ്ക് എടുക്കാൻ ഒരു പേടിയില്ലേനി. ഈ അവസാനം ഞാൻ പറഞ്ഞ കാര്യം നിങ്ങളെ കൂട്ടാളികളിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിലും വലിയൊരു ഭാഗ്യം നിങ്ങൾക്ക് വേറെ കിട്ടാനില്ല. ആ കാഴ്ചകൾ മതിയാവോളം കണ്ടിട്ടാണ് താഴത്തേക്ക് ഇറങ്ങുന്നത്. ഏതൊരു മലമുകളിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മളെ തിരിച്ചു വരാൻ സമ്മതിക്കാതെ അവിടെ പിടിച്ചേക്കണ എന്തെങ്കിലും ഒരു കാഴ്ചകൾ ഉണ്ടാവും. അതാണ് നിങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാവും ഇന്ന് ഇവിടെ ഇവര് ക്യാമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തണുപ്പ് കൂടിയപ്പോൾ ഹാൻഡ് വാമേഴ്സ് ഒക്കെ ഇട്ട് നമ്മൾ മഞ്ഞ് കണ്ടാ ചെയ്യണ മെയിൻ സാധനം പുറത്തെടുത്തു. പക്ഷെ ഈ ചെറിയ മായാൻ അധികം സമയമൊന്നും വേണ്ടില്ല. ഇനി ക്രാംസ് വന്ന് രണ്ടാളൊരു വൈക്കായി. പക്ഷെ അത് തിരിച്ചു വരുമ്പോഴായും കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഇനി മുറിവൈദ്യം കൊണ്ട് നടക്കാൻ പറ്റുന്ന പരുവത്തിലാക്കി ഞങ്ങൾ തിരിച്ചിറങ്ങാണ്. കടകൾ ഇറക്കണതിന് മുമ്പ് ഒരു റെസ്റ്റോറന്റ് കണ്ടുപിടിച്ച് ഭക്ഷണം കഴിക്കണം. അതാണ് ഇനി അടുത്ത മോട്ടിവേഷൻ. ഞങ്ങൾ കയറുമ്പോൾ ഫുൾ അതിനെ പാർക്കിംഗ് ലോട്ടിൽ ഇപ്പൊ നമ്മളെ വണ്ടി മാത്രമേ ഉള്ളൂ. ഒരു നീണ്ട ഹൈക്ക് കഴിഞ്ഞിട്ട് വണ്ടിയിലെത്തുമ്പോൾ ഫീൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. പക്ഷെ എത്ര തളർന്നാലും ഹൈക്ക് കഴിയുമ്പോൾ അടുത്ത ഏത് മല പിടിക്കണം എന്നുള്ള ചർച്ചയ്ക്കാരെ മുന്നോട്ട് വരിക. അങ്ങനെ വണ്ടി കയറി കാല് നിർത്തി നേരെ ഭക്ഷണം കഴിക്കാൻ പോവാണ്. ഒരു ഫുള്ള് പ്ലേറ്റർ വാങ്ങി ആദ്യം സ്പൂണും കൊണ്ട് തുടങ്ങി അവസാനം ആ പ്ലേറ്റർ വടിക്കണ വരെ എത്തി. വിശപ്പിന്റെ ഊക്കാണത്. പിന്നെ നേരെ തിരിച്ചെത്തി നമ്മളെ ചൊറുക്കുള്ള കാരണം കുറച്ചു നേരം ചൂടാക്കാനിട്ടു. കുറച്ച് എക്സ്ട്രാ കെയറും കൂടി കൊടുത്ത് വണ്ടി സ്റ്റാർട്ടാക്കിയതിന് ശേഷം അന്നത്തെ ദിവസത്തോട് ഞങ്ങൾ സലാം പറഞ്ഞു. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.